ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉഡായിപ്പൻസ്. അപ്പോൾ നമ്മൾ വ്ളോഗ് ചാനൽ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ നമ്മളൊരു മല കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ, ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് അവിടേക്ക് പോകാത്തത് പറഞ്ഞിട്ട്. മഴയൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്, എന്നാലും മഴയൊക്കെ ഉണ്ട്. നമ്മളിന്ന് അവിടേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്, വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് നടക്കാണ്ട് അവിടേക്ക്, അപ്പോൾ ഫുള്ള് ലെങ്ത് ആക്കാനുള്ള വീഡിയോ. അപ്പോൾ കുറച്ച് നടന്നിട്ട് അവിടെ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കേടായ കുളമുണ്ട്, പക്ഷെ താമരയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി താമരയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നിട്ടുണ്ട്. ഇങ്ങനെ കാണിക്കാം. ഇനി ഒരാളും കൂടി വരാണ്ട്, നമ്മൾ വരാണ്ട് പറഞ്ഞ ആൾ വന്നു. ഇനി നമ്മൾ നടക്കാൻ പോണ്. കമോൺ. വലിയൊരു ലോങ് തന്നെ നടക്കാണ്ട്, പക്ഷേ ഇത്ര പേരും കൂടി ബൈക്കിലൊന്നും പോകാൻ പറ്റില്ല. എല്ലാവരും ഉണ്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ നടക്കാൻ പറഞ്ഞിട്ട് നമ്മൾ നടന്നിട്ട് അങ്ങനെ മലേൻ്റെ അടുത്ത് എത്തിക്കാണ്. നല്ലൊരു കുത്തനെയുള്ള മലയാണ്. ഇതിൻ്റെ ചെരിഞ്ഞ ഭാഗം ആ സൈഡായിട്ടാണ്. ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ ഇനി മാസ്ക് ഒക്കെ എടുത്തിട്ടെ. ഇവിടെ ഫുള്ള് ആൾക്കാർക്കുണ്ട്. ഇത്ര നേരം ആൾക്കാരൊന്നും ഇല്ല, അതുകൊണ്ട് മാസ്ക് ഒന്നും ഇടണ്ടായി. റോഡിൽ കൂടെ നടന്നു വരുമ്പോഴൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ആൾക്കാർ തുണിയൊക്കെ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് മലയിൽ. ഇനി നടക്കണം. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിന് ഏതേനും കയറാനുള്ള ഒരു ഇതില്ല, അതുകൊണ്ട് ഇതിന് തന്നെ വന്നിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്ക് കൂടെ നമുക്ക് കയറാനുള്ളത്. അവരൊക്കെ കയറി, അവരൊക്കെ മുകളിലെത്തി. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഒരു കോള് വന്നതുകൊണ്ട് ഇവിടെ തന്നെ നിന്നാണ്. ഇനി നമുക്ക് കയറണം. ഇവിടെ നിന്നാണ് ഒരു ചെറിയൊരു ഇതെങ്കിലും കുത്തനെ അല്ലാണ്ട് ഇങ്ങനെയാണെന്നെങ്കിലും പറയാം. ബാക്കി എല്ലാവരും കുത്തനെയാണ്. പിന്നെ ഫ്രണ്ട് കൂടെ വരണം. അത് ഞങ്ങൾ ഫ്രണ്ട് കൂടെ കയറണമെങ്കിൽ വേറെ വഴി കൂടെ വരണമായിരുന്നു. ഞങ്ങളിത് വേറെ വഴി കൂടെ വന്നുകൊണ്ടാണ് അപ്പോൾ ബാക്കിൽ കൂടെ സൈഡിൽ കൂടെ കയറേണ്ടി വന്നു. എനിക്ക് എന്നല്ല, ഇവിടെ എല്ലാവർക്കും മലയിലോടും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്രൈസാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മലയിലൊക്കെ പോകാറുണ്ട് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇത് ചെറിയ ജസ്റ്റ് ഒരു പാറ മാത്രമാണ്. ഇനി വേറൊരു മലയൊക്കെ ഉണ്ട്, അവിടെയും ഇപ്പോൾ വലിയ മഴയൊന്നും ഒതുങ്ങിയിട്ടല്ലോ, അതുകൊണ്ടാണ് അവിടേക്കൊന്നും പോവാത്തത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇതുവരെ കയറുമ്പോഴേക്ക് ക്ഷീണിച്ചു. അവരൊക്കെ അത് അവിടെ എത്തിയിട്ടുണ്ട്. വെയിൽ കാരണം ക്ലിയർ ആവുമെന്ന് അറിയില്ല. അവരൊക്കെ അതാ ആ ടോപ്പിലെത്തിയിട്ടുണ്ട്. വെയിൽ കാരണം ലൈറ്റ് കിട്ടുന്നില്ല, അതാണ്. ലൈറ്റ് കിട്ടുന്ന കൂടെ ഫുള്ള് കുട്ടിച്ചിട്ടൊക്കെ ആക്കിയിട്ടാണ്. ഇപ്പോൾ നേരിടാണ്ട് വന്നതിനാ കാലിട്ടിട്ട്. നമ്മുടെ റിയാസ് ക്യാമറയിലൊന്നും വരാറില്ല, പക്ഷെ അവനത് അവിടെ നിൽക്കുന്നുണ്ട്. മാസ്ക് ഒക്കെ ഇട്ടിട്ട് നിൽക്കണ്. കാണിച്ചു കൊടുക്കാൻ റിയാസ് മാത്രമല്ല എല്ലാവരും ഉണ്ട് അവിടെ. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഇതാണ്. ഇവിടെ ഫുള്ള് ഇതാണെങ്കിൽ ഇങ്ങനെ ഒരു അവിടെ കാടൊന്നും ഇല്ലെങ്കിൽ വെള്ളമൊക്കെ സെറ്റായി പോയില്ലേ. നമ്മൾ ഏകദേശം ഒരു ടോപ്പിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വെയിലാണ്, ലൈറ്റ് കിട്ടുന്നില്ല, അതാണ്. രാവിലെ വരെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഫുള്ള് മഴയായിരുന്നു, അതുകൊണ്ട് രാവിലെ ഒന്നും വന്നില്ല. ഇപ്പം ഏകദേശം മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയതുകൊണ്ട് ഇടയ്ക്ക് കയറിയതാണ്. അപ്പോൾ നമ്മളതാ ഏകദേശം ടോപ്പിലെത്തിയിരിക്കുന്നു. ചെറിയൊരു പാറ, അത്ര തന്നെ ഉള്ളൂ. ഇവിടുത്തെ ഫുൾ വ്യൂ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നുണ്ട്. കാറ്റുണ്ട്, സൗണ്ട് ക്ലിയർ ആവുമെന്ന് അറിയില്ല, ഭയങ്കരമായ കാറ്റാണ്. അങ്ങനെയല്ല, ഒരു സൗണ്ടിൻ്റെ ഇത് വരും. ഫുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഫുൾ വ്യൂ. ഇവിടുന്ന് കാര്യമായിട്ടുള്ള വ്യൂ ഒന്നും കിട്ടില്ല, എന്നാലും ആ മലയിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ള് കിട്ടും. നോക്കിയിട്ട് കാണിച്ചു. ഇവിടുന്ന് കാര്യമായിട്ടുള്ള ഒരു വ്യൂ ഒന്നുമില്ല, എന്നാലും ചെറിയൊരു പാറ, അത്ര തന്നെ ഉള്ളൂ. അവിടെ കാണുന്നതാണ് ഒരു കല്ലടിക്കോടൻ മല പറയും, പാലക്കാട്ടിൽ. അവിടെ വലിയ മലയാണ്, അവിടേക്കൊന്നും പോകാനേ പറ്റില്ല. ഫുള്ള് വന്യജീവികളും കാര്യങ്ങളൊക്കെയാണ്. അധികം ആരും കയറാനൊന്നും സാധ്യതയില്ല, നല്ല ധൈര്യശാലികളൊക്കെ കയറാൻ സാധ്യതയുള്ളൂ. ഞാൻ അവിടുന്ന് കുറച്ചിങ്ങനെ നടന്ന് വന്നിട്ടുണ്ട്.
ഇനി അവിടെ നിന്ന് ഫുള്ള് അങ്ങോട്ട് പാടത്തിൻ്റെ വ്യൂ തന്നെയാണ്, കുഴപ്പമില്ലാത്ത വ്യൂ ഒക്കെ തന്നെയാണ്. അത് അവിടെയാണ് പാടം, ഫുള്ള് അങ്ങനെ പാടമാണ്. ഫുള്ള് പാടത്തിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഫുള്ള് ഇവിടുത്തെ ഇനി അങ്ങോട്ടും പാടം ഒക്കെ തന്നെയാണ്, പക്ഷേ അവിടെയൊക്കെ ഫുള്ള് ഇതായി വെയിൽ ലൈറ്റ് കിട്ടുള്ള തോന്നുന്നു. ഓക്കെ ഗൈസ്, ഇവിടുത്തെ ഫോട്ടോഷൂട്ടല്ല, ഇവർക്ക് കുറച്ച് പിക്സ് ഒക്കെ എടുക്കണം പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ എടുത്തു. ഇനി എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോണ്. ഇത് കുറച്ചുകൂടി മുന്നിൽ ചെയ്യണം വിചാരിച്ചാണ് ഈ വ്ളോഗ്. പിന്നെ മഴയും കാര്യങ്ങളും, ഒന്നാമത് പുറത്തിറങ്ങാൻ നോക്കിയാൽ മഴ, പിന്നെ പോരാത്തതിന് ഈ മഴ കാരണം ഈ മലയത്തെ ഒഴുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും ഒഴുക്കലൊന്നും അധികം ഇതായിട്ടില്ല. അപ്പോൾ 2 ദിവസമായിട്ട് കുഴപ്പമില്ലാത്തൊരു, അത്രയും മഴയില്ല, കുഴപ്പമില്ലാത്തൊരു വെയിലും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വഴുക്കലൊന്നുമില്ല. ഇവിടെ കുറച്ച് വൈകുന്നേരമൊക്കെ അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, കാറ്റൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു ലൈറ്റ് കിട്ടുന്നില്ല, സൺലൈറ്റ് അടിച്ചിട്ട്. ഇപ്പോൾ ഏകദേശം ഇതൊക്കെ കമ്മിയായി. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ മുഖം ഇരുട്ടാവും, അതുകൊണ്ട് പോവാണ്. കുഴപ്പമില്ലാത്തൊരു ഇതൊക്കെയാണ്. ഇങ്ങനെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഫീലൊക്കെ കിട്ടും. ഇവിടെയൊക്കെ ഫുള്ള് കുത്തനെയാണ്, ഇതിലൊന്നും ഇറങ്ങാനേ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അപ്പളെ കയറുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബാഗിൽ കൂടെ ഇറങ്ങണമെന്ന്. ഇപ്പോൾ ഇതിനൊന്നും ഇറങ്ങാൻ പറ്റില്ല, ഞാൻ വെറുതെ തന്നെ കാണിച്ചു വെക്കുകയാണ്. ഇതിനൊക്കെ ഇറങ്ങാൻ നമുക്കൊരു പണി കിട്ടും. പിന്നെ അതിനൊരു വ്യൂ ഇറങ്ങാനും പറ്റും. ഞാൻ എളുപ്പം വന്നു, നമ്മളെ ക്യാമറമാൻ വലിയ വരുന്നുണ്ടായിരുന്നു. പണ്ട് നല്ല വഴുക്കലൊക്കെ ഉണ്ട്, ഇവിടെയും കുറച്ചൊക്കെ ഉണ്ട് വഴുക്കൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ കൊച്ചു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.